സുഭാഷിതങ്ങൾ 16:3. നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, അപ്പോൾ നിൻ്റെ പദ്ധതികൾ ഫലമണിയും. എൻ്റെ പേര് മോബിൻ ടൈറ്റസ്. ഇതെൻ്റെ വൈഫ് ജിസ്മരിയ, എൻ്റെ അമ്മ ശോഭ ടൈറ്റസ്. ഞങ്ങൾ മരടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എനിക്ക് കൃപാസന മാതാവ് നേടിത്തന്ന വലിയൊരു സാക്ഷ്യത്തെപ്പറ്റി പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പേസ്ട്രി ഷെഫായിട്ട് ജോലി ചെയ്യുന്നു. താജ് വിവാന്ത എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഞാൻ 7 കൊല്ലമായി ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് 2023 ജൂൺ 29 ഞാൻ ഉടമ്പടി എടുത്തത്. അതുവരെയും ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. അമ്മ 2017 ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെ പ്രചോദനം കിട്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2019 ഞാൻ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ കോവിഡൊക്കെ വന്നപ്പോഴാണ് ലേറ്റായി ഇത്ര നീണ്ടുപോയത്. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് മാതാവ് എനിക്ക് എൻ്റെ ഓരോന്ന് സ്കിൽ അസസ്മെൻ്റ് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നപ്പോൾ സ്കിൽ അസസ്മെൻറ്റും PT ഒക്കെ പഠിക്കേണ്ട അവസരം വന്നു. അപ്പോൾ അത് മാതാവ് ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തന്നു പ്രചോദനം നൽകിയ അനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. സ്കിൽ അസസ്മെൻറ്റിൽ മെയിനായിട്ട് എന്നോട് ചോദിച്ചത് 5 മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 22 ഐറ്റംസ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. പേസ്ട്രി ഷെഫ് ആയതുകൊണ്ട് 22 ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കി ഫോണിൽ കാണിച്ചു കൊടുത്തൊരു വീഡിയോ അയച്ചു കൊടുക്കേണ്ട ഒരു എക്സാം ആയിരുന്നു. ഞാൻ കേക്കും ബ്രെഡൊക്കെ ഓരോന്ന് ഉണ്ടാക്കി. അത് ചില ഐറ്റംസാണ് സിയാബാറ്റ് എന്ന് പറയും, ഇറ്റാലിയൻ ബ്രെഡാണ്. പിന്നെ മാക്കറോൺസ്, അത് ഫ്രഞ്ച് ഐറ്റമാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫ്ലോറൻറ്റൈൻ എന്നൊക്കെ പറയുന്ന ഐറ്റംസാണ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അതൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ട അവസരങ്ങൾ പോലും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ എണ്ണയും ഉപ്പും ആ ഇൻഗ്രീഡിയൻസിന്മേൽ ഇട്ട് ആണ് ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാതിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്മേൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും മാതാവ് അത് കറക്റ്റായിട്ട് എൻ്റെ കുറവുകളെല്ലാം നികത്തി എല്ലാം മാതാവ് ചെയ്ത് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ എക്സാം എല്ലാം പാസ്സായി. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മാതാവ് എനിക്ക് ഒരു ദർശനത്തിൽ കാണിച്ചെന്ന പോലെ ഉത്തരങ്ങളെല്ലാം ഒഴുകി വരുന്നത് പോലെ എനിക്ക് വരുത്തി കാണിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്ക് സ്കിൽ അസസ്മെൻറ്റിലെല്ലാം പറയാൻ പറ്റി. 5 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ എല്ലാം കറക്റ്റായിട്ട് മാതാവ് എല്ലാം വഴിയെടുത്തി തന്നു. അതോടൊപ്പം തന്നെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ മാതാവ് ഒരു ഓസ്ട്രേലിയയിലൊരു ലേഡിയെ റെഡിയാക്കി തന്നു. ആ ലേഡി വഴി മാതാവ് പ്രവർത്തിച്ചു. എനിക്ക് സ്കിൽ അസസ്മെൻറ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയും 7 കൊല്ലം എന്നുള്ളത് സമയച്ചുരുക്കി തന്നെ അമ്മ 8 മാസമായിട്ട് കുറയ്ക്കുകയും വിസക്ക് അപ്ലൈ ചെയ്തിട്ട് 8 മാസത്തിനകം തന്നെ എനിക്ക് ടിക്കറ്റും വിസയും എല്ലാം വരുത്തിച്ച് തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്കിൽ അസസ്മെൻറ്റിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് പാസ്സായി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അടുത്തതായിട്ട് എൻ്റെ വൈഫ് പറയുന്നതാണ്. അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. എനിക്കൊരു 2 സാക്ഷ്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ പേര് ജിസ്മരിയ, ഞാൻ മരടിൽ നിന്ന് വരുന്നു. എനിക്ക് PF ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് എപ്പോഴും റിജക്ഷൻ തന്നെയായിട്ട് വരുന്നോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ PFന് വേണ്ടിയിട്ട് PF ഓഫീസിൽ പോയെങ്കിലും എനിക്കൊന്നും അപേക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1000 പ്രാവശ്യം നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഞാൻ 1000 പ്രാവശ്യം എഴുതുകയും എല്ലാ ദിവസവും പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി അതിനുവേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് PF ഓഫീസിൽ പോയി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം തോന്നി. ഞാൻ അന്ന് ചെന്നു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ കയറിയപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് PFൻ്റെ ഫുൾ എമൗണ്ടും എനിക്ക് വിഡ്രോ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഏപ്രിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ പെട്ടെന്ന് വന്നായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് ഏപ്രിലിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരികയും അതികഠിനമായ വേദനയായിരുന്നു. 3 ദിവസം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല.
അന്ന് രാത്രി മൊത്തം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും എണ്ണയും ഉപ്പുമെല്ലാം ഞാൻ ഉപയോഗിച്ച് ആ 3 ദിവസം ഞാൻ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയെങ്കിലും മെഡിസിൻ ഒരുപാട് തന്നെങ്കിലും എനിക്ക് വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ഡെയിലി മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് അത് ഡെയിലി കുടിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ദിവസം അത് ഇങ്ങനെ പെട്ടെന്ന് കുറയുകയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു. പിന്നെ ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടായിരുന്നു ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യത്തിൻ്റെ ഡിലേ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുമായിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ പെട്ടെന്ന് എന്താണെന്നറിയില്ല, അപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്ത് തട്ടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എന്തിനാ സങ്കടപ്പെടുന്നത്, സാക്ഷ്യം പറയാൻ എന്തായാലും വരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് നമുക്കൊരു പ്രതീക്ഷയാണ് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാവും എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ വിസ വരണം എന്നുള്ളത്. അതുപോലെ എൻ്റെ ബർത്ത്ഡേ May 23 പക്ഷേ എനിക്ക് വിസ 22 തന്നെ മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഇങ്ങനെ കൃപാസനം പേപ്പർ എല്ലാ ഓഫ് ദിവസങ്ങളായ ഞായറാഴ്ചകളിൽ ഞാൻ മാതാവ് പറയുന്ന അനുസരിച്ച് എല്ലാവർക്കും ഞാൻ ജാതി മതഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുകയും വിതരണം ചെയ്യുകയും വിശ്വാസപ്രമാണം ചൊല്ലി തൈലമൊക്കെ നെറ്റിയിൽ പൂശി ഉടമ്പടി ലോക്കറ്റൊക്കെ കയ്യിൽ പിടിച്ച് ഞാൻ പേപ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയും ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പാടില്ല, കേസെടുക്കുമെന്നൊക്കെ പറയുകയും ചെയ്തു. അതിനു മുമ്പ് വരെ പേപ്പറൊക്കെ ഭയങ്കര പതുക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ അധികം ആൾക്കാരൊന്നും മേടിച്ചില്ല. പക്ഷേ ആ പോലീസുകാരൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പേപ്പറുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തീർന്നു പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് പ്രവർത്തിച്ചത്. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് നടന്നത്. എൻ്റെ മെറിറ്റുകളെല്ലാം മാതാവ് നീക്കി പൂർണ്ണമായും കൃപയിലൂടെ മാത്രം പ്രവർത്തിച്ചതാണത്. അതേപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളായി ചെയ്തിരുന്നത്, ഞാൻ തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ ഫുഡിനൊക്കെ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് മാതാവ് തന്നൊരു കൃപയാണ്, വാട്സാപ്പിലൂടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റൊക്കെ തുടങ്ങി ഒരു 250 പേർക്ക് ഡെയിലി അച്ഛൻ്റെ രാവിലത്തെ ഉടമ്പടി ധ്യാനമായ ഡെയിലി ബ്രെഡ് കാണുകയും അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വചനവും ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കൃപാസമാധാനെ പറ്റിയും ഉടമ്പടി ധ്യാനം കാണുന്ന ആവശ്യകതയെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അനേകം വ്യത്യാസം ഈ ഉടമ്പടി വഴി മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ദിവസവും ജപമാല ചൊല്ലുവാനും അരമണിക്കൂർ ബൈബിൾ വായിക്കാനൊക്കെ മാതാവിൻ്റെ കൃപ വഴി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഡെയിലി കുർബാന കൂടുവാനും അത് സമർപ്പിച്ച് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് ജോസഫ് അച്ഛനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് മാതാ കൃപ തന്നിട്ടുണ്ട്. ഇത്രയുമേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. അടുത്ത അമ്മ. പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായ മാതാവിൻ്റെ ഈ നടയിൽ നിന്നുകൊണ്ട് അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാനും ഞങ്ങൾക്ക് അമ്മ മാതാവ് നാളിതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹം നന്ദി പറയാൻ നൽകിയ ഈ വലിയ അവസരത്തോട് നന്ദി പറയുന്നു. ഞാൻ 2017 ഉടമ്പടി എടുത്താണ് അതുവഴിയായിട്ട് മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചു. അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നാളിതുവരെയും വഴി നടത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും മക്കളുടെ ജോലിയെപ്പറ്റി ഇങ്ങനെ പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിരാശ എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഏറ്റവും വലിയ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ നാളെ ശരിയാവും, നാളെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്ന് ശരിയാവും, പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നാളെ ശരിയാവും, അങ്ങനെ ശരിയാകും എന്നുള്ളൊരു വലിയ വിശ്വാസം, വലിയൊരു പ്രതീക്ഷ മനസ്സിൽ വന്നിറയുകയും ഇന്ന് ഈ നിമിഷം ഇപ്പോൾ അടുത്ത ആഴ്ച മക്കൾ ഓസ്ട്രേലിയ പോവുകയാണ്, ജോലിയോടുകൂടി പോവുകയാണ്. അത് ഒരിക്കലും നിരാശ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കില്ല എന്നൊരു തോന്നൽ പിശാചിൻ്റെ ആ വലിയ ഒരു തിന്മയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മാതാവ് എപ്പോഴും സഹായത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് TV-യിൽ ഇങ്ങനെ മാതാവിൻ്റെ സാക്ഷി നോക്കുമ്പോൾ കൊച്ചുങ്ങൾ പറയും, അമ്മ ഞാനിങ്ങനെ കിട്ടാത്ത ഇത് മേടിക്കാൻ വേണം
മോൾക്ക് മേടിക്കാണ്ട് പെൻഡിങ്ങിൽ കിടന്ന് പൈസ മേടിക്കാൻ അത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സാക്ഷിയൊക്കെ നമ്മൾ കേൾക്കുന്നത്. പെൻഡിങ്ങിൽ പോയിരുന്ന് കിട്ടാതെ പോയിരുന്ന ആ ക്യാഷ് തിരിച്ചിട്ട്, അതുപോലെ നമ്മൾ 6,25,000 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് അത് ഒരു പൈസ പോലും കുറയാതെ തിരിച്ചു തന്നു. കാരണം അവർ നമ്മളോട് പറഞ്ഞ ആ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കാതെ വന്നു. അപ്പോൾ മോൻ അവിടെ ജോലി ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എന്താണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചിട്ടൊരു പ്രതീക്ഷയില്ല, എന്താണ് ആ ക്യാഷിനെ പറ്റി. പക്ഷേ 1 രൂപ പോലും കുറയാതെ മാതാവ് തിരിച്ചു വന്നു. അങ്ങനെ അമ്മ മാതാവും ഈശോയെ ഒരുപാട് നാളിതുവരേക്കും ചെയ്തു തന്ന എല്ലാ അനുകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് പിന്നെ സ്ഥിരം പ്രേക്ഷിതരായിട്ട് തീരുവാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം. അമ്മമാതിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച, അതായത് ജൂൺ 19 ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ തുടർന്നും മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ, മരണം വരെ മാതാവിലും ഈശോയിൽ മാത്രം ആഴപ്പെട്ട് ജീവിക്കുവാനും മാതാവ് കൂടെ ഉണ്ടാവാനും എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ പ്രസൻസോട് കൂടി മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. മാതാവിന് ഈശോയ്ക്ക് ആരും നന്ദി. എൻ്റെ ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി നടത്തിയാണ്. അപ്പോഴൊക്കെ ഈ മാതാവിൻ്റെ ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ ICUയിലൊക്കെ ഇറന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ഇത് നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മ മാതാവെ രക്ഷിക്കണം, നോക്കിക്കോളെന്ന് എന്ന് പറയുമ്പോൾ ഞാനുണ്ട് രക്ഷിക്കാൻ, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കുന്നുണ്ട്. വലിയൊരു ധൈര്യമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ എന്നുള്ളൊരു വിളിയോടുകൂടി അമ്മ മാതാവെന്നാണ് അടുത്ത് വരുന്നതും. പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പോയി നോക്കുമ്പോൾ ഒരു സന്തോഷവാനും സുഖമായി, എനിക്ക് സുഖമുണ്ട്, സൗഖ്യമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആ വലിയ ഒരു അറ്റാക്കിൻ്റെ ഒരു ഇതായിരുന്നു അത്. പക്ഷേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് മാറ്റാനും അതനുസരിച്ച് ഇന്നും ആ മകൻ്റെ സന്തോഷം ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് അപ്പച്ചനായിട്ട് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എല്ലാ ദിവസവും ജപമാലയും ഞങ്ങൾ കൃപാസനത്തിൽ വരുന്ന ഓരോ മക്കൾക്കും, ഉടമ്പടി എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കും ജോസഫ് അച്ഛനും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നാളിതുവരേക്കും അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയെ സ്തുതി, ആരാധന, ഈശോ മഹത്വം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. എത്ര വർഷം നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും അമ്മയ്ക്കത് കുഴപ്പമില്ല. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും കാനായിലെ വിവാഹ വിരുന്നിലെ കുടുംബ പ്രശ്നം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെയാണ് ഇന്നും കൃപാസന അമ്മ നമ്മുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ അത് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഏൽപ്പിച്ചു കൊടുക്കുക അമ്മയുടെ കരങ്ങളിലേക്ക്. അമ്മയുടെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും, ബുദ്ധിമുട്ടുകളായാലും, കരകയറാൻ മേലാത്ത കായലിൽ വീണവരായാലും അമ്മ കരം നീട്ടി നമ്മെ വിളിക്കുകയാണ്. അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ഉണർവോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മക്കൾ പറയണത്. എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്, ഈശോയുടെ ഒരു കൃപയുണ്ട് എപ്പോഴും. മാതാവിൻ്റെയും അമ്മയുടെയും സാന്നിധ്യമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. PF കിട്ടാൻ തടസ്സമായിരുന്നപ്പോഴും അവിടെയും അപ്രത്യക്ഷമായിട്ടൊരു PFൻ്റെ സാക്ഷ്യമാണ് അന്നത്തെ ദിവസം കേട്ടത്. അപ്പോൾ ഇവർക്കൊരു അഷുറൻസാണ്. കാരണം PF കിട്ടും എന്നൊരു പ്രതീക്ഷ ആ സാക്ഷ്യത്തിൽ അന്നത്തെ ദിവസത്തിൽ കിട്ടിയത്. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ സാഹചര്യത്തിലൂടെയാണ് അമ്മ നമുക്ക് വേണ്ടി നമുക്കുള്ള അടയാളം തരുന്നത്. അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന്. യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചാണ് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ ഒരു സാന്നിധ്യമാണ്. സമയവും സാഹചര്യങ്ങളും മാനുഷിക പരിമിതികളുമൊക്കെ ഒന്നും നമ്മെ തടയുകയില്ല. എന്തു തന്നെ ആയാലും ഉടമ്പടി ഒരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ആ വിശ്വാസത്തിലുപരി വിശ്വസ്തതയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ഒരു വലിയ വാതിലാണ് നാം തുറന്നു കൊടുക്കുന്നത്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നാണ് ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്നത്. എന്ത് വൈകിയ അനുഗ്രഹങ്ങൾ പോലും ദൈവം തൻ്റെ തക്ക സമയത്ത് നമുക്ക് നൽകും. അവ ഒരുക്കി വച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഉടമ്പടിയിലൂടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ നിരാശകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം വൈകിയെത്തുന്ന അനുഗ്രഹങ്ങൾ പോലും നീണ്ടു നിൽക്കുന്ന രോഗമാവാം,
വൈകി പോകുന്ന അനുഗ്രഹങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിസ്മരിയായിക്കും മോബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.